ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത, അതായത് ഇപ്പോൾ ഈ കേസിൽ പ്രതിയായിട്ടുള്ള ഒരു കുട്ടി ഈ ഷഹബാസിന്റെ ഉറ്റ സുഹൃത്താണ് എന്നും വ്യക്തമായിരിക്കുന്നു. ഈ മൊബൈൽ ഫോണിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് വ്യക്തമായത്. 9ാം ക്ലാസ്സുകാരനാണ് സ്വന്തം സഹോദരിയെ ഉപദ്രവിച്ചത്. ഈ വിവരം കുട്ടി പേടിച്ചാദ്യം വീട്ടിൽ പറഞ്ഞിരുന്നില്ല. പിന്നീട് സ്വകാര്യ ഭാഗങ്ങളിലടക്കം വേദന വന്നതോടുകൂടിയിട്ടാണ് ഈ കുട്ടി ഈ വിവരം ഒരു കൂട്ടുകാരിയോട് പറയുകയും. മുടിഞ്ഞു പൊക്കോണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം, മുടിഞ്ഞു പൊക്കോണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? 2K കിഡ്സ്, 2K ഫുണ്ടകൾ, അങ്ങനെ തന്നെ പറയണം. ഈ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ചെന്താമര എന്ന് പറയുന്ന ഒരു നാറിയെ പറ്റി നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഒരു 80s, 70s അല്ലെങ്കിൽ നമ്മുടെ 90s ഈ ഒരു കാലഘട്ടത്തിലുള്ള ആളുകളാണ് ഈ ക്രൂരമായിട്ടുള്ള മനോഭാവത്തിലിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു പുതുതലമുറ 2K എന്ന് പറയുന്ന കുറെ മക്കള്, ഇവന്മാർ ഈ ലഹരിയും കോപ്പും ഒക്കെ കുത്തിക്കയറ്റി നടക്കുന്നേ ഉള്ളൂ, അല്ലാതെ ആളുകളെ ഉപദ്രവിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു ഞാൻ ഇരുന്നത്. എന്നാൽ ഇന്ന് ഞാനൊരു കഴിഞ്ഞ 6 മാസത്തെ ഒരു ക്രൈം നടന്ന ഡീറ്റെയിൽസ് എല്ലാം എടുത്തു നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ വൃത്തികേടുകൾ കാണിച്ചിട്ടുള്ളത് ഈ 2000 കാലഘട്ടത്തിൽ ജനിച്ചിട്ടുള്ള മലരുകളാണ്. കോഴിക്കോട് താമരശ്ശേരിയിൽ ആ ഒരു പയ്യനെ തല്ലിക്കൊന്നിട്ട് കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോഴത്തേക്ക് ഞാനിതാ പുതിയൊരു വാർത്ത കേൾക്കുന്നു. ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ അവന്റെ സ്വന്തം പെങ്ങളെ, നിങ്ങൾ ആലോചിക്കണം, സ്വന്തം പെങ്ങളെയാണ് ആ പരനാറി മോൻ വൃത്തികേട് കാണിച്ചത്. ആ കുട്ടിയോട് എനിക്ക് ആ വാക്ക് പറയാൻ പറ്റില്ല. നമുക്ക് യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പണികൾ കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അതൊന്നും പറയാത്തത്. ഞാനാണെങ്കിൽ ഒരു ലിമിറ്റിൽ കൂടുതൽ ചില വാക്കുകൾ ഉപയോഗിക്കുന്നുമുണ്ട്, ഞാൻ അതുകൊണ്ടാണ് പറയാത്തത്. നിങ്ങളൊന്ന് ആലോചിക്കും, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ, അതും ലഹരിയുടെ പുറത്ത് 9ൽ പഠിക്കുന്ന ഒരു പയ്യനാണ് ചെയ്തത്. ലഹരി പണ്ടാരം എന്ത് തേങ്ങയെങ്കിലും നീ വലിച്ചു കയറ്റി പോയി തൊല. പക്ഷെ ഇത് വലിച്ചു കയറ്റിയിട്ട് സ്വന്തം പെങ്ങളെ പോലും അവന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടാ പൊക്കൊണ്ടിരിക്കുന്നത് ഈ കാലം? എങ്ങോട്ടാ ഈ നാട് പൊക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടുത്തെ നിയമം നമ്മളെല്ലാവരും, കുറെ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടു, എന്തിനാണ് ഗവൺമെന്റിനെ കുറ്റം പറയുന്നത്, എന്തിനാണ് പോലീസിനെ? ഞാൻ പോലീസിനെ കുറ്റം പറയില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ആ ഒരു പയ്യനെ തല്ലിക്കൊന്നിട്ട് അവനെ ഇന്നലെയാണെങ്കിൽ പരീക്ഷ, ആ കൊന്നവന്മാരെയൊക്കെ പരീക്ഷ എഴുതിപ്പിക്കുന്നു. പോലീസുകാരെന്ത് ചെയ്യാനാ? അവരെ നമുക്ക് എന്ത് പറയും? ഇന്നലെ കുറെ ഈ രാഷ്ട്രീയക്കാരെല്ലാവരും, ചെറിയ ചെറിയ പാർട്ടികളൊക്കെ ആണെങ്കിൽ പോലും ഈ മാർച്ച് നടത്തിയപ്പോഴത്തേക്ക് പോലീസുകാരെ പുല്ലേ എന്നാണ് പറയുന്നത്. നിനക്കൊക്കെ നാണം ഉണ്ടോടാന്നാ ചോദിക്കുന്നത്. പക്ഷെ അവരെന്ത് ചെയ്യും? ഇവിടെ ഒരു നിയമമുണ്ട്. ആ നിയമം അവർക്കനുസരിച്ചേ പറ്റുള്ളൂ. നമ്മുടെ നിയമമാണ്, നിയമത്തിലാണ് മാറ്റം വരേണ്ടത്. അല്ലാതെ നമ്മൾ വെറുതെ പോലീസുകാരെ, രാഷ്ട്രീയക്കാരെ മാത്രം തെറി പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? ഇപ്പൊ ഈ തലശ്ശേരി എന്ന് ഈ താമരശ്ശേരിയിൽ മരിച്ച പയ്യന്റെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരുന്നു 5 പേരെ പോലീസുകാർ അറസ്റ്റ് ചെയ്തത്. ഇപ്പതാ ഇന്ന് അറിയുന്നത് 6ാമത് ഒരാളെയും കൂടെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. അതും ഈ ഒരു പയ്യന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ്. നിങ്ങൾ ആലോചിക്കണം, കൂടെ നടക്കുന്ന ഒരുത്തനെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ 2000 കാലഘട്ടത്തിൽ ജനിച്ച കുട്ടികൾ, നിങ്ങൾ സൂക്ഷിച്ചോളുക. കൂടെ നടക്കുന്നവരെ പോലും നീ ഒന്നും നമ്പരുത്. ഈ വാർത്ത നിങ്ങൾ കേൾക്കുക, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒരു വിദ്യാർത്ഥി കൂടി കസ്റ്റഡിയിൽ എന്ന് സൂചന. കേസിലെ പ്രതികളിൽ ഒരാൾ അടുത്ത സുഹൃത്താണ് എന്നും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. മൊബൈൽ ഫോണിൽ നിന്ന് ഷഹബാസും ഒത്തുള്ള ഫോട്ടോകൾ ലഭിച്ചു. ഷഹബാസിന്റെ കുടുംബാംഗങ്ങളുമായും ഈ പ്രതിക്ക് പരിചയമുണ്ട് എന്നതാണ് വിവരം. കുറ്റകൃത്യത്തിന് മുതിർന്നവർ പ്രേരണയായിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. സജീവ് സി വാര്യർ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സജീവ്, ഇപ്പോൾ പ്രതികളുടെ പട്ടികയിലേക്ക് ഒരു കുട്ടി കൂടി എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഈ മുതിർന്നവർക്കിതിൽ പങ്കുണ്ടോ എന്ന സംശയത്തിലേക്ക് പോലീസിനെ എത്തിക്കുന്നത്? അഭിലാഷ്, ഇന്ന് നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്ത പോലെ, അതായത് കൂടുതൽ വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസ്. അതിൻ്റെ ഭാഗമായാണ് ഒരു കുട്ടിയെ കൂടി കസ്റ്റഡിയിൽ എടുത്തത്. ആ കുട്ടിക്ക് ഈ അക്രമത്തിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞു. കാരണം സമീപത്തുള്ള എല്ലാ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. നേരത്തെ CCTV ദൃശ്യങ്ങൾ എടുത്തിരുന്നു. അതിൽ നിന്നും
ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയിരുന്നു. തുടർന്ന് കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. ഒപ്പം തന്നെ ശാസ്ത്രീയമായ മറ്റ് അന്വേഷണ രീതികളും അവലംബിച്ചിരുന്നു. നഞ്ചക്ക് കണ്ടെടുത്തത് നേരത്തെ ഒരു TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിയുമായി ബന്ധമുള്ള പിതാവിൻ്റെ പക്കൽ നിന്നാണ്, ആ വീട്ടിൽ നിന്നാണ് കണ്ടെടുത്തതെന്നൊരു വിവരം ലഭിച്ചിരുന്നു. ഓക്കെ, ബാക്കി ഞാൻ കേൾപ്പിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ. കഴിഞ്ഞ ദിവസം ഒരു ദൃക്സാക്ഷി, അതായത് ഈ കുട്ടികളെല്ലാം ഒരു മോളിന്റെ അകത്ത് ചെന്നു, അവിടുന്ന് കുറച്ച് ആളുകളെല്ലാം ചേർന്ന് ഇവരെ പുറത്തേക്ക് ഇറക്കി. ആ സമയത്ത് ഒരു കൂട്ടം ഏകദേശം 10-30ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് ഒരു വ്യക്തി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതിലെ 5 പേര് മാത്രമാണ് ഈ പയ്യനെ ഉപദ്രവിച്ചത്. അതിനാണ് അവരെ 5 പേരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നത് പോലീസ്. പക്ഷെ ഈ 30ഓളം കുട്ടികളിൽ ഈ 5 പേര് മാത്രമേ ഉപദ്രവിച്ചുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ദിവസം കഴിയുമ്പോഴാണ്, ഇതാ ഇപ്പൊ അടുത്ത ആളെ പിടിച്ചിരിക്കുകയാണ്, അവന്റെ ഫോണിൽ ഈ ഒരു ഷഹബാസുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട്. അന്വേഷിച്ചപ്പോഴത്തേക്ക് അവനും ഉപദ്രവിച്ചിട്ടുണ്ട്, അതും ഏറ്റവും അടുത്ത സുഹൃത്ത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ എങ്ങനെ ഈ കാലഘട്ടത്തിൽ. ഞാൻ ഒരുപാട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് റീൽസ് കണ്ടു. അതായത് ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ ജനിച്ചിരിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ നമ്മൾ പേടിച്ച് ഓടണം. ഇവന്മാർ എന്ത് ചെയ്യും, എന്താണ് ഇവന്മാർ വലിച്ചിട്ടിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ തലയടിച്ച് പൊട്ടിക്കോ, വയറ്റത്ത് കമ്പിപ്പാര കയറ്റുവോ, കൊച്ചു പെൺകുട്ടികളെ രാത്രി കണ്ടു കഴിഞ്ഞാൽ ഇവന്മാർ എന്ത് ചെയ്യും എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ഞാൻ ഇതുമായിട്ട് കണക്ട് ചെയ്താണ് ഞാൻ ഇന്ന് കണ്ട മറ്റേ ഒരു വാർത്തയും കൂടെ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്. അതിലേക്ക് ഞാൻ വരാം. സത്യം പറഞ്ഞാൽ അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ പോയി. ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ, എങ്ങനെ ഇവന്മാരെയൊക്കെ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവന്മാരെയൊക്കെ കാണുമ്പോൾ നമ്മൾ വഴിമാറി നടക്കണം, ഓടണം. നമ്മൾ വല്ല ചന്ദ്രനിലേക്ക് പോകേണ്ട വരും ഈ ഒരു കാലഘട്ടത്തിലെ കുട്ടികളെ പേടിച്ചിട്ട്. നമ്മൾ ഒരു ടീച്ചറിന് തല്ലാൻ പറ്റുമോ ഇവന്മാരെ? തല്ലിക്കഴിഞ്ഞ ഉടനെ അവന്മാര്, ഞാൻ കഴിഞ്ഞ ദിവസം ഇത് പറയണമെന്ന് വിചാരിച്ചതായിരുന്നു. അതായത് ഇന്ന് തല്ലാൻ പറ്റില്ല കുട്ടികളെ. ഇന്ന് ചെറുതായിട്ടൊന്നും തല്ലിയാൽ പോലും ഇവന്മാര് മറ്റേ കരഞ്ഞു പോയി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ടീച്ചർമാർക്ക് പോലും പേടിയാണ് ഒന്ന് ചെറുതായിട്ട് ഉപദേശിക്കാൻ, ഒന്ന് തല്ലാൻ. ആലോചിച്ച നിങ്ങൾ, നമ്മളൊക്കെ പഠിക്കുമ്പോൾ ആഴ്ച എന്റെയൊക്കെ കാല് പൊടിച്ചിട്ടുണ്ട്. ഞാനൊക്കെ പഠിക്കുമ്പോൾ ഇന്നും ആ ടീച്ചറിനെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്ത് സ്നേഹമെന്ന് അറിയാം എനിക്ക്. അന്ന് ദേഷ്യം തോന്നിയിട്ടുണ്ട്. ഇന്നും നമ്മൾ പറയും, എടാ എന്നെ അടിച്ചു പൊട്ടിച്ചതാ ആ ടീച്ചർ. പക്ഷെ അവരെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ സ്നേഹം മാത്രമേ ഉള്ളൂ. ഒരിക്കലും അവരോട് നമുക്ക് അവരെ ഉപദ്രവിക്കണം എന്നുള്ളൊരു അങ്ങനെ ഒരു സാധനം വരത്തില്ല. അതൊക്കെ വരുന്നത് ഇത്രയും ക്രിമിനൽ മെന്റാലിറ്റി ഓരോന്നൊക്കെ. എടാ വലിച്ചു കുത്തിക്കയറ്റി നടക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. എന്തും കാണിച്ചോ. ഞാനൊരിക്കലും മറ്റേ മാന്യനാണ് അങ്ങനെ ഞാൻ പറഞ്ഞു വരത്തില്ല. പക്ഷെ സ്വന്തമായിട്ടൊരു ബോധം ഉണ്ടാവണം. സ്വന്തമായിട്ടൊരു ബോധം ഉണ്ടായിരിക്കണം. എൻ്റെ കൂട്ടുകാരനാണ്, അവനെ ഞാൻ ഉപദ്രവിക്കരുത് എന്നുള്ളൊരു ബോധം ഉണ്ടാവണം. ഇത് ബാക്കി നിങ്ങൾ കേക്ക്. ഇതിനകത്ത് പറഞ്ഞു വരുന്നത് ഇതിനകത്ത് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത ഒരു പയ്യന്റെ അച്ഛൻ TP ചന്ദ്രശേഖരൻ നായർ വധക്കേസിലെ പ്രതിയാണ്. അപ്പം അയാളുടെ വീട്ടിൽ നിന്നാണ് ഈ നഞ്ചക്കെന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പൊ അവന്റെ മോൻ, അവൻ ഈ പരിപാടി, അപ്പൊ അവന്റെ മോൻ എന്തായിരിക്കണം എന്ന് കുറെ പേര് ചോദിക്കും. പക്ഷെ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം തന്ത വെറും മലരാണെന്ന് പറഞ്ഞ് മോനും അങ്ങനെ ആവണമെന്നില്ല. പക്ഷെ ഈ ചില കേസുകളിൽ, ഇതുപോലുള്ള കേസുകളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പം 2 എണ്ണത്തിന് പെടലി അടിച്ചങ്ങ് പൊട്ടിക്കണം, അത്രേ ഞാൻ പറയുള്ളൂ. കൂടുതലുള്ളത് ഇവിടെ മറ്റേ എടുത്ത് പൊക്കി വെച്ച് ജയിലിലിട്ട് 3 നേരം പുട്ടടിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇവനൊക്കെ പിന്നെ ഇറങ്ങി ഇതുപോലത്തെ തന്തയില്ലാത്ത പരിപാടി കാണിച്ചുകൊണ്ടിരിക്കും. ഇല്ലേ? നിങ്ങൾ ഞാൻ പറഞ്ഞതിനകത്ത് വല്ല തെറ്റുണ്ടോ? ഞാൻ കേൾക്കാൻ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി. അതായത് ഇപ്പോൾ 5 പ്രതികൾ ഉള്ളതിൽ ഒരു പ്രതിയുടെ വീട്ടിൽ നിന്നാണ് നഞ്ചക്ക് കണ്ടെടുത്തത്. നഞ്ചക്ക് കൊണ്ടുള്ള മർദ്ദനത്തിലാണ് തലയോട്ടി പൊട്ടി ഗുരുതരമായ പരിക്ക് ഏൽക്കുന്ന ഒരു സാഹചര്യം ഷഹബാസിനുണ്ടായത് എന്ന് മെഡിക്കൽ കോളേജ് അധികൃതരും വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ച് വരികയായിരുന്നു. കൂടുതൽ കുട്ടികളെ ഇപ്പോഴും ചോദ്യം ചെയ്ത് വരികയാണ്. ചോദ്യം ചെയ്യാൻ മൊഴിയെടുക്കുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. ഇതിൽ പങ്കുണ്ട് എന്ന് കാണുന്ന കുട്ടികളെ കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള ആലോചനയിലാണ് പോലീസ്. കാരണം ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ കൂട്ടം കൂടി ചെയ്യുന്നതാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത, അതായത് ഇപ്പോൾ ഈ കേസിൽ പ്രതിയായിട്ടുള്ള ഒരു കുട്ടി ഈ ഷഹബാസിന്റെ ഉറ്റ സുഹൃത്താണ് എന്നും വ്യക്തമായിരിക്കുന്നു. ഈ മൊബൈൽ ഫോണിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് വ്യക്തമായത്. കുടുംബാംഗങ്ങളുമൊത്ത് ഒക്കെ ഈ കുട്ടി നേരത്തെ അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, അത്രത്തോളം അടുപ്പമുണ്ടായിരുന്ന കുട്ടിയാണ്. മറ്റു സ്കൂളിൽ ഇവർ ഒന്നിച്ച് പഠിച്ചിരുന്നു. സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചത് പോട്ടെ, ഈ ഇന്നലെ പോലീസുകാർ വീണ്ടും പൊക്കിയ ഒരുത്തിനെ പറ്റിയായി പറയുന്നത്. ഒന്നിച്ച് പഠിച്ചത് മറക്ക്. ഈ ഷഹബാസിന്റെ വീട്ടിൽ ചെന്ന് അവിടെ കയറി വീട്ടുകാരുമായിട്ടും അത്രയും ബന്ധം ഉണ്ടായിരുന്ന ഒരുത്തനായിരുന്നു അവന്റെ മരണത്തിന് കാരണക്കാരിൽ ഒരാളായിട്ട് മാറിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എങ്ങനെ ഈ കാലഘട്ടത്തിലെ ഈ പുന്നാര മക്കളെയൊക്കെ വിശ്വസിച്ച് വീട്ടിൽ കയറ്റും? എങ്ങനെ കയറ്റും? ഒന്ന് ആലോചിച്ചേ. ഇപ്പൊ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളുടെ പാരന്റ്സിനോട് എന്റെ ചോദ്യം,
നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കളുടെ കൂട്ടുകാരെ എങ്ങനെ നിങ്ങൾ വിശ്വസിച്ച് വീട്ടിൽ കയറ്റും? നാളെ ആ മക്കളെ മരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഒരാളുടെ തലയടിച്ച് പൊട്ടിക്കാനോ ഈ കയറി വരുന്നവനൊന്നും മടിക്കില്ല എന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കും? നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ. ആ കയറി വരുന്നവനൊക്കെ ചിലപ്പോൾ ഇതൊക്കെ ചെയ്യും, ഇല്ലേ? ബാക്കി കാണും. ഈ അക്രമികളായ കുട്ടികളിൽ ഒരാൾ ഉറ്റ സുഹൃത്തായിരുന്നു നേരത്തെ എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു വിവരം കൂടിയാണ്. ഒപ്പം തന്നെ ഈ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അക്രമത്തിന് പ്രേരണ ചെലുത്തിയത് രക്ഷിതാക്കൾ അടക്കമുള്ള മുതിർന്ന ആരെങ്കിലുമാണോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിയുമായി ബന്ധമുള്ള, അതായത് നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളുടെ മകൻ ഇതിൽ പ്രതിയാണ്. അയാളുടെ വീട്ടിൽ നിന്നാണ് നഞ്ചക്ക് കണ്ടെടുത്തത്. കുട്ടിക്ക് നഞ്ചക്ക് ഇയാൾ തന്നെ കൊടുത്തുവിട്ടത്. ഇയാള് തന്നെ നഞ്ചക്ക് കൊടുത്തു വിട്ടു എന്നുള്ളൊരു കാര്യത്തിലൊന്നും എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിലൊന്നും വിശ്വാസമൊന്നുമില്ല. അയാൾ തന്നെ കൊടുത്തു വിടണമെന്നൊന്നുമില്ല. കാരണം അയാൾ ഓൾറെഡി ഒരു ക്രിമിനൽ. നല്ലൊരു അച്ഛനാണെങ്കിൽ ഒരിക്കലും സ്വന്തം മകനും ആ വഴിയെ പോകണമെന്നും പറഞ്ഞ് തള്ളി വിടത്തില്ല. അറിഞ്ഞായിരുന്നെങ്കിൽ അത് കൊടുത്തു വിടാതിരിക്കാനേ നോക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ കേട്ടതാണ് കഴിഞ്ഞ ദിവസം ഇവന്മാരുടെയൊക്കെ വോയിസ്, ഇവന്മാരൊക്കെ സംസാരിക്കുന്നത് ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിലൂടെ. ഒരുത്തനും ഒരു ഭയവും ഇല്ല. അവന്മാരുടെ വീട്ടുകാരെ പേടിയില്ല, അവന്മാരുടെ ടീച്ചർമാരെ പേടിയില്ല, ഇവിടുത്തെ നിയമത്തെ പേടിയില്ല. വെറും പട്ടി വിലയാണ് ഇവിടുത്തെ നിയമത്തോട് ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക്. ഇവന്മാർക്ക് പേടി വരണമെങ്കിൽ ഇപ്പൊ ഈ ചെയ്തതിനകത്ത് ഏതെങ്കിലും ഒരുത്തനുണ്ടല്ലോ പിടിച്ച് നല്ല, ബാക്കി ഞാനൊന്നും പറയുന്നില്ല. ലിമിറ്റ് ചെയ്യാണ് ഞാൻ എൻ്റെ വാക്കുകൾ. പക്ഷെ നിങ്ങൾക്ക് പറ്റുമോ ലിമിറ്റ് ചെയ്യാൻ? സ്വന്തം മക്കൾക്കാണത് പറ്റിയെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ? നമുക്ക് ആർക്കെങ്കിലും നിങ്ങൾ പറ, സഹിക്കാൻ പറ്റുമോ? ഇന്ന് ഞാൻ ഒരുപാട് ഈ സിനിമ ആർട്ടിസ്റ്റുകളുടെയൊക്കെ 1-2 പേരുടെയൊക്കെ പോസ്റ്റുകൾ കണ്ടു. അവരതിനകത്ത് പറയുന്നുണ്ട്, എൻ്റെ മക്കളായിരുന്നെങ്കിൽ, എൻ്റെ മകനോടാണ് ഈ ചെയ്തിരുന്നതെങ്കിൽ ഞാനിപ്പോ ജയിലിലായിരുന്നേനെ എന്നുള്ള കാര്യങ്ങൾ പറയുന്ന ചില മാതാപിതാക്കളെ ഞാൻ കണ്ടു. ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ തന്നെ പറ, ഈ വീഡിയോ കാണുന്ന 1-2 പേരാണെങ്കിലും നിങ്ങൾ താഴെ പറ, നിങ്ങൾക്ക് എന്തായിരിക്കും? വെച്ചേക്കോ നിങ്ങൾ കുമാരെ? പക്ഷേ നമ്മുടെ നിയമത്തിന് ഇതൊക്കെ ഒരു മനുഷ്യത്തോടുള്ള ഒരു മനുഷ്യന്റെ അകത്തുനിന്ന് വരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ഇതൊന്നും ഇവിടുത്തെ നിയമത്തിനില്ല. ഇവിടുത്തെ നിയമത്തിൽ ലൂപ്പ് ഹോൾസ് മാത്രമേ ഉള്ളൂ. കാശും പണവും അതുപോലെ തന്നെ മൈനേഴ്സ് ആണെങ്കിൽ അവന്മാർക്കും ഒക്കെ കൂട്ടു നിൽക്കുന്ന ഒരു നിയമം അങ്ങനെ തന്നെയാണ്. അതല്ലാതെ കറക്റ്റായിട്ട് ഈ നാട്ടിലെ ഒരാൾക്കും നീതി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുച്ഛം തോന്നുന്നു, സത്യം പറയാലോ. സങ്കടത്തോടു കൂടി പറയുകയാണ്, പുച്ഛം തോന്നുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ ഇന്ന് കുറച്ചു മുമ്പ് പറഞ്ഞ അടുത്ത വാർത്ത, 9ൽ പഠിക്കുന്നവൻ ഓരോന്ന് വലിച്ചു കയറ്റിയിട്ട് സ്വന്തം പെങ്ങളെ, അതും കൂടെ നിങ്ങളൊന്ന് കേക്ക്. വളരെ റിപ്പോർട്ട് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വാർത്ത. അത്രത്തോളം ലഹരിയുടെ ഉപയോഗം പ്രായപൂർത്തിയാകാത്ത കുട്ടികളിലേക്കും അത് കുടുംബങ്ങളിലേക്കും എത്തുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് ഈ വാർത്ത. 9ാം ക്ലാസ്സുകാരനാണ് സ്വന്തം സഹോദരിയെ ഉപദ്രവിച്ചത്. ഈ വിവരം കുട്ടി പേടിച്ചാദ്യം വീട്ടിൽ പറഞ്ഞിരുന്നില്ല. പിന്നീട് സ്വകാര്യ ഭാഗങ്ങളിലടക്കം വേദന വന്നതോടുകൂടിയിട്ടാണ് ഈ കുട്ടി ഈ വിവരം ഒരു കൂട്ടുകാരിയോട് പറയുകയും അത് അധ്യാപകർ വഴി അറിയുകയും ചെയ്യുന്നത്. അങ്ങനെ കുട്ടിക്ക് കൌൺസിലിംഗ് നൽകി, പിന്നീട് ചൈൽഡ് ലൈനിൽ അറിയിച്ചു, ഒടുവിൽ അത് പോലീസ് സ്റ്റേഷനിലും അറിയിച്ചു. പോലീസ് നിലവിൽ പോക്സോ നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കേസിലെ ആരോപണ വിധേയൻ നിലവിൽ മൈനറാണ്. അതുകൊണ്ട് തന്നെ CWCക്ക് റിപ്പോർട്ട് നൽകാൻ മാത്രമാകും പോലീസിന് കഴിയുക. പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ചെയ്യാവുന്ന അവർ ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ പയ്യനാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്നറിയോ? 9ലെ പഠിക്കുന്നുള്ളൂ. അവനെ ചിലപ്പോൾ ഇനി ഏതെങ്കിലും DADX സെന്ററിലൊക്കെ പോയി കുറച്ചു കാലം കഴിയുമ്പോൾ അവനൊന്ന് രക്ഷപ്പെട്ടാൽ, ഇതിനകത്തുനിന്ന് അവൻ രക്ഷപ്പെട്ടാൽ എങ്ങനെ അവന്റെ പെങ്ങളുടെ മുഖത്ത് നോക്കും? ഇല്ലെങ്കിൽ ആ പെങ്ങൾ എങ്ങനെ അവന്റെ മുഖത്ത് നോക്കും? ആ വീട്ടുകാരെങ്ങനെ ഇവന്റെ മുഖത്ത് നോക്കും? ഇവൻ എങ്ങനെ ഇവന്റെ അച്ഛന്റെ അമ്മയുടെ മുഖത്ത് നോക്കും? എനിക്ക് അയ്യോ സഹിക്കാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ ഓരോ വാർത്തകളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഒന്നും. എനിക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് വീഡിയോ ഇടാം, അതിന്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ? നിങ്ങൾക്കിത് കാണാം, കണ്ടിട്ട് ചിലപ്പോൾ എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്കോ ഒരു കമന്റോ നിങ്ങളുടെ ഒരു എന്താണ് നിങ്ങളുടെ അകത്തുള്ള ഒരു ദേഷ്യം നിങ്ങൾക്ക് ചിലപ്പോൾ കാണിക്കാം. നമ്മളൊക്കെ ഇത്രയും കാണിച്ചിട്ടും ഇവിടുത്തെ നിയമത്തിന് എന്താ ഒരു മാറ്റം ഇല്ലാത്തത്? സത്യം പറഞ്ഞ സങ്കടം വരുന്നുണ്ട് ഈ ഒരു കുഞ്ഞിന്റെ കേസൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക്. ആ പെങ്കുഞ്ഞിന്റെ അവസ്ഥ നിങ്ങൾ കേട്ടോ? അതിന്റെ സ്വകാര്യ ഭാഗങ്ങൾ വരെ. ലഹരി ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ജനറേഷനെ തിന്നുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് എനിക്കൊരിക്കലും എൻ്റെ കുഞ്ഞറിവ് കൊണ്ട് ഞാനൊരു കാര്യം പറയാം.
കുഞ്ഞറിവുകൊണ്ട് ഇവിടെ ഇറങ്ങുന്ന സിന്തറ്റിക് ഡ്രഗ്സ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ഇറങ്ങുന്ന ഈ എമ്മോ വെച്ച് തുടങ്ങുന്ന ഒരു പേരൊക്കെ ഞാൻ ഒന്നും പറയുന്നില്ല. സിന്തറ്റിക് സാധനങ്ങൾ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ നിയമത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. നമ്മുടെ നാട്ടിലെ നിയമത്തിലുള്ള ഈ ലൂപ്പ് ഹോൾസ് എല്ലാം അടച്ച് എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ ചേഞ്ച് കൊണ്ടുവരിക. ഇവിടെ ഇറങ്ങുന്ന ഈ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഈ ഒഴുക്കൊന്ന് കുറയ്ക്കാൻ പറ്റിയാൽ ഞാൻ പൂർണ്ണമായിട്ട് നിർത്താം. എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് പറയാൻ വെറുതെ പൂർണ്ണമായിട്ട് നിർത്തണം, ഉടനെ നിർത്തുവോ? ഇവിടെ അറ്റ്ലീസ്റ്റ് ഒന്ന് കുറയ്ക്കാനെങ്കിലും ശ്രമിക്കുക പ്ലീസ്. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു. വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.